കാര്യമാണ് വീടിൻ്റെ പുറത്ത് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം ടേപ്പ് റെക്കോർഡ് വരും, കുട്ടികൾ കരയുന്ന ശബ്ദം നമ്മൾ പുറത്തിറങ്ങും. അല്ലെങ്കിൽ കുട്ടി കരയുന്നതാകാം, അല്ലെങ്കിൽ സ്ത്രീകൾ കരയുന്ന ഏതെങ്കിലും ശബ്ദം പ്ലേ ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. അടുത്ത കാര്യമാണ് കോളിംഗ് ബെൽ അടിക്കും. കുറച്ച് സമയം കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ എങ്ങോട്ടെങ്കിലും മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ കോളിംഗ് ബെല്ല് കേൾക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജനൽ തുറക്കുക, പുറത്തേക്ക് നോക്കുക, ലൈറ്റ് നോക്കുക, ടോർച്ചടിച്ച് നോക്കുക, ഇങ്ങനെ പുറത്ത് ആരാണെന്ന് അങ്ങനെ നോക്കാവുള്ളൂ. ഒരിക്കലും ഡോറൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ പരമാവധി അവർ കയറാൻ ശ്രമിക്കുന്നത് അടുക്കള വാതിൽ വഴിയായിരിക്കും. അടുക്കള വാതിൽ തുറന്നായിരിക്കും അവരെന്ത് ചെയ്യുക, വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ, മറ്റേ ആട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ അതിനെയൊക്കെ പുറത്തിറക്കി ചിലപ്പോൾ അതിനെയൊക്കെ കരയിക്കാൻ നോക്കും. അങ്ങനെ പല രീതിക്ക് വരും നമ്മളെ പുറത്തിറക്കാൻ. അപ്പോൾ കരുതിയിരിക്കുക, അവർ അടുക്കളവാതിൽ വഴിയായിരിക്കും കൂടുതലും കയറാൻ സാധ്യത. ഇത്രയും നേരം പറഞ്ഞത് കുറുവാ സംഘം നമുക്കിട്ട് തരുന്ന പണികളാണ്. ഇനി നമ്മൾ തിരിച്ചെങ്ങനെ പണി കൊടുക്കാം, അവർക്കിട്ടുള്ള പണി നമുക്ക് നോക്കിയാലോ. അതിനകത്ത് ഫസ്റ്റത്തെ കാര്യമാണ് ചെരുപ്പ്. ഒരുപാട് സ്ഥലത്ത് മക്കളൊക്കെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ പട്ടാളത്തിലായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുക, ചെറുപ്പക്കാർ പോലത്തെ ചെരുപ്പുകൾ, ഒരു കുറച്ച് ചെരുപ്പ് ഇതുപോലെ ഇട്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ, ചെരുപ്പൊക്കെ ഇത്ര കരഞ്ചോരകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ കയറാൻ മടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെരുപ്പുകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചെയ്ത് തരും. പക്ഷേ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് അറിയാം അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് ഇട്ടേക്കുക. ഈ ലൈറ്റ് ഇടുമ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ വീട്ടിലോട്ട് കയറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു റൂമിൽ ലൈറ്റ് കിടക്കുന്നു. അപ്പോൾ എന്ത് വിചാരിക്കും, അടുത്ത ആൾ ഉറങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വശത്ത് ലൈറ്റ് ഇടുക. അതുപോലെ തന്നെ അടുക്കള വാതിലിൻ്റെ പുറകിലത്തെ ഡോറിൻ്റെ അവിടുത്തെ ലൈറ്റ് ഇട്ടേക്കുക. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് ബൾബിനൊക്കെ നിസ്സാര കറണ്ട് ചാർജ് വരുന്നുണ്ട്. നമ്മളാരും അത് വിചാരിക്കരുത്, നിസ്സാര കറണ്ട് ചാർജ് വരുന്നുണ്ട്. ബാക്കിൽ നിർബന്ധമായിട്ട് പുറകിൽ ലൈറ്റൊക്കെ എന്ത് ചെയ്യും, ഇട്ടേക്കുക. പിന്നെ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കലോ ഗ്ലാസുമായിട്ടാണ് നിന്നത്. ഇതെന്തിനാന്ന് കാണിച്ചത്, നല്ല ശബ്ദമുള്ള കലമാണ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ അടുക്കള ഡോറ്. ഇവിടെ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഗ്ലാസ് വെച്ചു, ശേഷം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ഈ പാത്രം വെച്ചു, തട്ടിയാൽ